beautiful souls, you will be here for Ag and Talks. This is Anil Levi. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്ന് പറയുന്ന ആ കഥയുടെ ഒരു വിവരണമാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്ന് പറയുന്ന ഈ കഥ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഹസെഗവ ടേക്ജിറോ എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് പബ്ലിഷറാണ്. അദ്ദേഹം ജനിക്കുന്നത് 1853 മരണം 1938 വളരെ ഇന്നൊവേറ്റീവായിട്ട് ജപ്പാനിൽ മാത്രം പറഞ്ഞു വന്നിരുന്ന പല ഫെയറി ടെയിൽ സ്റ്റോറികളും യൂറോപ്യൻ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. കാരണം അദ്ദേഹത്തിന് നല്ല പിടിപാടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന യൂറോപ്യൻസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫെയറി ടെയിൽ സ്റ്റോറീസൊക്കെ മറ്റ് യൂറോപ്യൻ ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം ആ ഒരു കഥകളെയും ആ പുസ്തകങ്ങളെയൊക്കെ അദ്ദേഹം യൂറോപ്യൻ കൺട്രീസിലൊക്കെ പബ്ലിഷ് ചെയ്യുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഇനി ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്ന് പറയുന്ന കഥ ആ ഒരു ജപ്പാനീസ് ഫെയറി ടെയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്കാഡിയോ ഹേൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് 1898 നവംബർ 23. അപ്പോൾ ഇങ്ങനെയുള്ള ജപ്പാനിൽ മാത്രം പറഞ്ഞു വന്നിരുന്ന ഫെയറി ടെയിൽ സ്റ്റോറീസിനെ യൂറോപ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യലായിരുന്നു ഹസെഗവ ടേക്ജിറോയുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജപ്പാനീസ് ഫെയറി ടെയിൽ ആയിട്ടുള്ള ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്ന് പറയുന്ന കഥയിലേക്ക് കടക്കാം. ഈ കഥയിലെ നായകൻ അല്ലെങ്കിൽ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയായിരുന്നു. നമ്മൾ ആദ്യത്തെ കഥയിൽ പഠിച്ചതുപോലെ തന്നെയുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഈ ഒരു കുട്ടിയും. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ജീവിതം തന്നെയാണ് ഈ ഒരു കഥയിലൂടെയും പറയുന്നത്. എ ലോങ് ടൈം ago, in a small country village in Japan, there lived a poor farmer and his wife, who were very good people. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് ജപ്പാനിലെ ഒരു ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട ഒരു കൃഷിക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിച്ചിരുന്നു. അവർ പാവപ്പെട്ടവരൊക്കെ ആണെങ്കിൽ പോലും നല്ല ആൾക്കാരായിരുന്നു അവർ. ദേ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ. അവർക്ക് ധാരാളം കുട്ടികളുണ്ടായിരുന്നു. ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. കുറേ കുട്ടികളുള്ളതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അദ്ദേഹത്തിന് എല്ലാ കുട്ടികൾക്കും ഒന്നും കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ പോലും ആ ഫാർമറിന് കഴിയുന്നുണ്ടായിരുന്നില്ല. The elder son was strong enough when only 14 years old to help his father. മൂത്ത കുട്ടിക്ക് 14 വയസ്സ് പ്രായമായപ്പോൾ തന്നെ അച്ഛൻ്റെ കൂടെ ജോലികളിലൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. And the little girls learned to help their mother almost as soon as they could walk. അതുപോലെ തന്നെ താഴേക്കുള്ള ആ ചെറിയ പെൺകുട്ടികൾ അവർ നടക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരും തുടങ്ങി. അങ്ങനെ ഈ മക്കളുടെയും അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്നുകൊണ്ട് കഷ്ടപ്പെട്ടാണ് അവർ ആ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നത്. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, എ ലിറ്റിൽ ബോയ്, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. അവർക്ക് ഇളയതായിട്ട് ഒരു ആൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആൺകുട്ടിക്ക് വലിയ കഠിനമായ ജോലികളൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. ഹി വാസ് വെരി ക്ലെവർ. നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. ക്ലെവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. തൻ്റെ സഹോദരന്മാരെക്കാളും സഹോദരിമാരെക്കാളൊക്കെ വളരെ ബുദ്ധി കൂടിയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ആ ഇളയ കുട്ടി. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ. അത്ര ശക്തിയൊന്നുമില്ലാത്ത വളരെ ചെറിയ ഒരു കുട്ടിയായിരുന്നു. ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ അപ്പ് വെരി ബിഗ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവനെ കാണുമ്പോൾ പറയുമായിരുന്നു, ഇവർ വലിയ വളർച്ചയൊന്നും ഉണ്ടാവില്ല, ഒരു വളർച്ച മുരടിച്ചതുപോലുള്ളൊരു കുട്ടിയായിരുന്നു അവൻ. So his parents thought it would be better for him to become the priest than to become a farmer. അപ്പോൾ വലിയ വളർച്ചയൊന്നും ആ കുട്ടിക്ക് ഇല്ലെങ്കിൽ അവനൊരു കർഷകനൊന്നും ആകാൻ വേണ്ടി, അത്ര കഠിനമായിട്ടുള്ള പണിയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് അവന് സാധിക്കില്ല. അപ്പോൾ അവൻ്റെ പാരൻസ് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവനൊരു പുരോഹിതനാകുന്നതാണ് നല്ലതെന്ന് അവർ കരുതി. They took him with them to the village temple. അങ്ങനെ അവനെ അവർ അടുത്തുണ്ടായിരുന്ന ഗ്രാമത്തിലെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി. One day and asked the good old priest who lived there. അപ്പോൾ അവിടെ ഒരു പ്രായം ചെന്ന ഒരു പുരോഹിതൻ താമസിക്കുന്നുണ്ടായിരുന്നു. പ്രീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരോഹിതനാണ്. ഇഫ് ഹി വുഡ് ഹാവ് ദെയർ ലിറ്റിൽ ബോയ് ഫോർ ഹിസ് അക്കലൈറ്റ് ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ഓട്ട് ടു നോ. എന്നിട്ട് ആ പാരൻസ് ആ പുരോഹിതനോട് പറഞ്ഞു, ആ പ്രായം ചെന്ന പുരോഹിതനോട് പറഞ്ഞു, നിങ്ങൾ ഇവനെ ഒരു സഹായിയായിട്ട്, എക്കൊലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായി അല്ലെങ്കിൽ ശിഷ്യൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവനെ ഒരു സഹായിയായിട്ട് കൂടെ നിർത്തിക്കോളൂ. അതുപോലെ ഭാവിയിൽ ഒരു പുരോഹിതനാകുമ്പോൾ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവനെ ഒന്ന് പഠിപ്പിക്കണമെന്ന് പാരൻസ് ആ ഒരു പ്രായം ചെന്ന പുരോഹിതൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. The old man spoke kindly to the lad.
വളരെ ദയവോട് കൂടിയിട്ടാണ് ആ പ്രായം ചെന്ന പുരോഹിതൻ നമ്മളുടെ കുട്ടിയോട് സംസാരിച്ചത്. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. വളരെ കട്ടിയായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ അവനോട് ചോദിച്ചു. സോ ക്ലെവർ വേർ ആൻസേഴ്സ് ദാറ്റ് ദ പ്രീസ്റ്റ് എഗ്രീഡ് ടു ടേക്ക് ദ ലിറ്റിൽ ഫെലോ ഇൻ ടു ദ ടെമ്പിൾ ആസ് ആൻ അക്കലൈറ്റ്. അങ്ങനെ ആ ഒരു കട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ, വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ആ കുട്ടി കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആ പുരോഹിതന് വല്ലാതെ ഇംപ്രസ്ഡ് ആയി. അങ്ങനെ പുരോഹിതൻ അവനെ ഒരു സഹായിയായിട്ട് കൂടെ നിർത്താൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്. അങ്ങനെ അവനെ ഒരു പുരോഹിതനാക്കി മാറ്റാം, അതിനു വേണ്ടിയിട്ടുള്ള ആ സഹായങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങളും ഒക്കെ നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞു. ദ ബോയ് ലേൺ ക്വിക്ക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം. അപ്പോൾ എന്താണോ ആ പ്രായം ചെന്ന പുരോഹിതൻ പഠിപ്പിച്ചിരുന്നത്, ആ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ കുട്ടി പഠിച്ചെടുത്തു. ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്. എല്ലാ കാര്യങ്ങളിലും അവൻ വളരെ അനുസരണയുള്ള ഒരാളായിരുന്നു. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്. പക്ഷേ അവൻ്റേതായിട്ടുള്ള ഒരു തെറ്റുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ഒരു വീക്ക് പോയിൻ്റ് ഉണ്ടായിരുന്നു. ഹി ലൈക്ക് ടു ഡ്രോ ക്യാറ്റ്സ് ഡ്യൂറിങ് ദ സ്റ്റഡി അവേഴ്സ്. പഠിക്കേണ്ട സമയത്ത് ഇരുന്ന് പൂച്ചകളെ വരയ്ക്കുക എന്ന് പറയുന്നതായിരുന്നു ഇവൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ആൻഡ് ടു ഡ്രോ ദ ക്യാറ്റ്സ് ഈവൻ വേർ ദ ക്യാറ്റ്സ് ഓട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ് ഓൾ. അപ്പോൾ എവിടെയൊക്കെയാണോ പൂച്ചകളെ വരയ്ക്കാൻ പാടില്ലാത്തത് അവിടെയൊക്കെ ആയിരുന്നു ഇവൻ ഈ പൂച്ചകളെയൊക്കെ വരച്ചു വെച്ചിരുന്നത്. വെൻ എവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് എലോൺ. എപ്പോഴൊക്കെയാണോ ഒറ്റയ്ക്കായിട്ടിരിക്കുന്ന സമയത്ത് ഹി ഡ്രൂ ക്യാറ്റ്സ്. അവൻ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ പൂച്ചകളെ വരയ്ക്കും. ഹി ഡ്രൂ ദം ഓൺ ദ മാർജിൻസ് ഓഫ് ദ പ്രീസ്റ്റ് ബുക്സ്. പുരോഹിതൻ്റെ പുസ്തകത്തിൻ്റെ മാർജിൻ്റെ പുറത്തൊക്കെ ഇവൻ പൂച്ചകളെ വരയ്ക്കാറുണ്ട്. ആൻഡ് ആൻ ഓൾ ദ സ്ക്രീൻസ് ഓഫ് ദ ടെമ്പിൾ. അമ്പലത്തിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള സ്ക്രീനുകളിലൊക്കെ പൂച്ചകളെ വരച്ചു വെക്കും. ആൻഡ് ഓൺ ദ വാൾസ്, അവിടെയുള്ള ചുമരുകളിലും, ആൻഡ് ഓൺ ദ പില്ലേഴ്സ്, അവിടെയുള്ള പില്ലേഴ്സിൻ്റെ പുറത്തും ഒക്കെ ഇവൻ പൂച്ചകളെ വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഇവൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ഇവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഇവനുള്ള ഒരേ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എപ്പോഴും പൂച്ചകളെ വരച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. അതും വരയ്ക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇവൻ ഈ പൂച്ചകളെയൊക്കെ വരച്ചു വെക്കുക എന്നുള്ളതായിരുന്നു ഇവൻ്റെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്. സെവറൽ ടൈംസ് ദ പ്രീസ്റ്റ് ടോൾഡ് ഹിം ദിസ് വാസ് നോട്ട് റൈറ്റ്. അപ്പോൾ ധാരാളം പ്രാവശ്യം ഈ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ പൂച്ചകളെ വരച്ചു വെക്കുന്നത് നല്ലതല്ല എന്ന് ആ പുരോഹിതൻ പറഞ്ഞിരുന്നു. ബട്ട് ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് ക്യാറ്റ്സ്. പക്ഷെ അവന് ആ പൂച്ചകളെ വരയ്ക്കുന്ന പരിപാടി നിർത്താൻ വേണ്ടി സാധിച്ചില്ല. ഹി ഡ്രൂ ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. അവനെ കൊണ്ട് അത് സാധിക്കുമായിരുന്നില്ല, കാരണം അവന് വളരെ ഇഷ്ടമായിരുന്നു ഇതേപോലെ പൂച്ചകളെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഹി ഹാഡ് വാട്ട് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. അവൻ നല്ലൊരു കലാകാരനായിരുന്നു. ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി ആൻ അക്കലൈറ്റ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ശിഷ്യനാവാൻ വേണ്ടിയിട്ട്, നല്ലൊരു സഹായിയാകാൻ വേണ്ടിയിട്ട് അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എ ഗുഡ് അക്കലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. നല്ലൊരു സഹായി അല്ലെങ്കിൽ ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഡിസിപ്ലിനേറിയനെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളൊക്കെ പഠിക്കുന്ന, അങ്ങനെ പുസ്തകങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ അവന് നല്ലൊരു പുരോഹിതനാകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവൻ ആ പുസ്തകങ്ങളൊക്കെ പഠിക്കേണ്ട സമയത്തും അവൻ ഈ ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു ഇവൻ്റെ ഒരു മിസ്റ്റേക്ക്. One day, after he had drawn some very clever pictures of cats upon a paper screen. അപ്പോൾ അമ്പലത്തിലുണ്ടായിരുന്ന ഒരു പേപ്പർ സ്ക്രീനിൻ്റെ പുറത്ത് ഇവൻ വളരെ മനോഹരമായി ധാരാളം പൂച്ചകളുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചു. ദ ഓൾഡ് പ്രീസ്റ്റ് സെഡ് ടു ഹിം സിവിയർലി. അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ പുരോഹിതന് വല്ലാത്ത ദേഷ്യം വന്നു. ദേഷ്യത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, മൈ ബോയ്, യു മസ്റ്റ് ഗോ എവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. നീ ഈ ഒരു അമ്പലം വിട്ട് പൊയ്ക്കോളൂ, നീ ഈ അമ്പലം വിട്ട് പുറത്തേക്ക് പൊയ്ക്കോളൂ. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. എന്നെക്കൊണ്ട് ഒരിക്കലും നല്ലൊരു പുരോഹിതനാകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പക്ഷേ നീ ചിലപ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മാറിയേക്കാം, നീ ഒരു നല്ല കലാകാരനായിട്ട് മാറിയേക്കാം. നൗ ലെറ്റ് മീ ഗിവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. പക്ഷേ പോകുന്നതിന് മുൻപായിട്ട് നിനക്ക് ഞാൻ എൻ്റെ അവസാനത്തെ ഉപദേശം തരാം. ആൻഡ് ബി ഷുവർ യു നെവർ ഫോർഗെറ്റ് ഇറ്റ്. പക്ഷേ നീ ഒരു കാര്യം ഉറപ്പാക്കണം, ആ ഉപദേശം നീ ഒരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. രാത്രി കാലങ്ങളിൽ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ നീ ഒഴിവാക്കണം. കീപ് ടു സ്മോൾ. ചെറിയ സ്ഥലങ്ങളിൽ നീ ഒതുങ്ങിക്കൂടണം, അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നീ താമസിക്കണം. ഇങ്ങനൊരു ഉപദേശമായിരുന്നു പ്രീസ്റ്റ് അവസാനമായിട്ട് ആ കുട്ടിക്ക് കൊടുത്തത്. The boy did not know what the priest meant by saying avoid large places, keep to small. അപ്പോൾ നമ്മളുടെ കുട്ടിക്ക് ഈ പറയുന്ന പുരോഹിതൻ കൊടുത്ത അവസാനത്തെ ഉപദേശം അതെന്താണെന്ന് അവന് മനസ്സിലായില്ല. മെൻറ്റ് എന്ന് പറഞ്ഞാൽ മീൻ എന്ന് പറയുന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതായത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവന് സാധിച്ചില്ല. ഹി തോട്ട് ആൻഡ് തോട്ട് വൈൽ ഹി വാസ് ട്രൈയിങ് അപ്പ് ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് ടു ഗോ എവേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു, അതെന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന കാര്യം. പക്ഷേ അവനതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതുമില്ല.
And but he could not understand those words and he was afraid to speak the priest anymore. അപ്പോൾ അവൻ ആ കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അത് ഒന്നുകൂടി ചോദിക്കാൻ വേണ്ടി അതെന്താ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ആ പ്രീസ്റ്റിനോട് ചോദിക്കാൻ അവന് പേടിയുണ്ടായിരുന്നു. എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. അങ്ങനെ അവസാനമായിട്ട് അവൻ്റെ ആ ഒരു ബാണ്ടക്കെട്ടൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അവൻ ഒരു കാര്യം മാത്രം പ്രീസ്റ്റിനോട് പറഞ്ഞു. ഒരു ഗുഡ് ബൈ മാത്രമാണ് പ്രീസ്റ്റിനോട് പറഞ്ഞത്. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് നമ്മളുടെ കുട്ടി ആ ഒരു അമ്പലം വിട്ട് പുറത്തേക്ക് വന്നത്. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹീ ഷുഡ് ഡു. ഇനി എന്താ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവനിങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് അങ്ങനെ നിന്നു. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. തീർച്ചയായിട്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അച്ഛൻ തീർച്ചയായിട്ടും ഒരു പണിഷ്മെൻറ്റ് തരും. അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു പുരോഹിതൻ്റെ അടുത്ത് ഡിസൊബീഡിയൻ്റ് ആയതിന്, അനുസരണ കാണിക്കാത്തതിൻ്റെ പേരിൽ തല്ല് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാൻ അവന് പേടിയായിരുന്നു. ഓൾ അറ്റ് വൺസ് ഹി റിമെമ്പേർഡ് ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ്. അപ്പോഴാണ് അവനൊരു കാര്യം ആലോചിച്ചത്. അടുത്തുള്ള ഗ്രാമത്തിൽ 12 miles away, 12 മൈൽ ദൂരെയാണ് ആ ഗ്രാമം ഉള്ളത്. ദർ വാസ് എ വെരി ബിഗ് ടെമ്പിൾ. അവിടെ വലിയൊരു അമ്പലമുണ്ട്. ഹി ഹാഡ് ഹേർഡ് ദർ വർ സെവറൽ പ്രീസ്റ്റ് അറ്റ് ദ ടെമ്പിൾ. അപ്പോൾ അവൻ കേട്ടിട്ടുണ്ട് അത് വലിയൊരു അമ്പലമാണ്, അവിടെ ധാരാളം പുരോഹിതന്മാരുണ്ട് എന്ന കാര്യം ഇവൻ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദം. അങ്ങനെ അവൻ ഒരു കാര്യം തീരുമാനിച്ചു. അവരുടെ അടുത്തേക്ക് ആ ഒരു അമ്പലത്തിലേക്ക് പോകാമെന്ന് അവൻ തീരുമാനിച്ചു. ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദിയർ അക്യുലേറ്റ്. അവിടെ പോയിട്ട് അവരോട് ആവശ്യപ്പെടാം, എന്നെ നിങ്ങളുടെ സഹായിയായിട്ട് കൂടെ നിർത്തണമെന്ന് ആവശ്യപ്പെടാം. നൗ ദാറ്റ് ബിഗ് ടെമ്പിൾ വാസ് ക്ലോസ്ഡ് അപ്പ് ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദിസ് ഫാക്ട്. പക്ഷേ ആ കുട്ടിക്ക് അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ആ വലിയ അമ്പലം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. The reason it had been closed up was that goblin had frightened the priest away. ഗോബ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാച് അല്ലെങ്കിൽ മോൺസ്ട്രസ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഗോബ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ അമ്പലത്തിലുണ്ടായിരുന്ന പുരോഹിതന്മാരെയൊക്കെ ഗോബ്ലിൻ, അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ ഒരു പിശാച്, അവരെയൊക്കെ പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ചു വിട്ടിരുന്നു. ആൻഡ് ഹാഡ് ടേക്കൺ ദ പൊസിഷൻ ഓഫ് ദ പ്ലേസ്. ഇപ്പം ആ ഒരു അമ്പലത്തിൽ താമസിക്കുന്നത് ആ പിശാചായിരുന്നു. And had taken the position of the place, some brave warriors had afterward gone to the temple at night to kill the goblin. അങ്ങനെ ചില രാത്രികളിൽ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വീരന്മാരായിട്ടുള്ള കുറേ യോദ്ധാക്കൾ, വാരിയേഴ്സ്, യുദ്ധം ചെയ്യുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ദേ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗെയിൻ. പക്ഷേ പിന്നീട് ഒരിക്കലും ആരും അവിടെ അതിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ, ആ ഗോബ്ലിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ ആൾക്കാരെ ജീവനോടെ കണ്ടിട്ടില്ല. നോബഡി ഹാഡ് എവർ ടോൾഡ് ദീസ് തിങ്സ് ടു ദ ബോയ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം ആരും തന്നെ ആ കുട്ടിയോട് പറഞ്ഞിരുന്നില്ല. സോ ഹി വാക്ക്ഡ് ഓൾ ദ വേ ടു ദ വില്ലേജ് ഹോപ്പിംഗ് ടു ബി കൈൻഡ്ലി ട്രീറ്റഡ് ബൈ ദ പ്രീസ്റ്റ്. അപ്പം വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവൻ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നത്. അവൻ അവിടേക്ക് ചെല്ലുന്നു. അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആ പുരോഹിതന്മാരൊക്കെ ഇവനെ സ്വീകരിക്കും, അവിടെ ഒരു ശിഷ്യനായിട്ട് താമസിക്കാം. ഇങ്ങനെ ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് കുട്ടി യാത്ര തുടർന്നു. വെൻ ഹി ഗോട്ട് ടു ദ വില്ലേജ് ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്. അവൻ ആ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾ ദ പീപ്പിൾ വേർ ഇൻ ബെഡ്. അവിടെ ഉണ്ടായിരുന്ന ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ കിടക്കാനുള്ള സമയമായി. കിടന്നു കഴിഞ്ഞപ്പോഴാണ് ഇവൻ ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നത്. ബട്ട് ഹി സോ ദ ബിഗ് ടെമ്പിൾ ഓൺ ദ ഹിൽ അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ പ്രിൻസിപ്പൽ സ്ട്രീറ്റ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെയിൻ തെരുവിൻ്റെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു മലയുടെ മുകളിലായിട്ട് ആ വലിയൊരു അമ്പലം ആ കുട്ടി കണ്ടു. ഹി സോ ദർ വാസ് എ ലൈറ്റ് ഇൻ ദ ടെമ്പിൾ. അവൻ നോക്കിയപ്പോൾ ആ അമ്പലത്തിൽ വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ആ അമ്പലത്തിലേക്ക് നമ്മളുടെ കുട്ടി നടക്കാൻ വേണ്ടി തുടങ്ങി. പീപ്പിൾ ഹു ടെൽ ദ സ്റ്റോറി സേ ദ ഗോബ്ലിൻ യൂസ് ടു മേക്ക് ദാറ്റ് ലൈറ്റ്. അപ്പോൾ നമ്മുടെ കുട്ടി കണ്ട ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത്, ജനങ്ങളൊക്കെ പറയുന്നത് ആ ഗോബ്ലിൻ, ആ ഒരു പിശാച് അവിടെ ഉണ്ടാക്കി വെക്കുന്ന വെളിച്ചം എന്നായിരുന്നു. ഇൻ ഓർഡർ ടു ടെംപ്റ്റ് ലോൺലി ട്രാവലേഴ്സ് ടു ആസ്ക് ഫോർ ഷെൽട്ടർ. അപ്പോൾ അങ്ങനെ ഒരു വെളിച്ചം കാണുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു മോൺസ്റ്ററിന് അല്ലെങ്കിൽ ആ ഒരു പിശാചിന് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പായിരുന്നു അവിടെ കണ്ട ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത്. ദ ബോയ് വെൻറ്റ് അറ്റ് വൺസ് ടു ദ ടെമ്പിൾ. നമ്മളുടെ കുട്ടി ഇതൊന്നും അറിയാതെ നേരെ അമ്പലത്തിലേക്ക് ചെന്നു. ആൻഡ് നോക്ക്ഡ്. എന്നിട്ട് വാതിലിൽ മുട്ടി വിളിക്കാൻ വേണ്ടി തുടങ്ങി. ദർ വാസ് നോ സൗണ്ട് ഇൻസൈഡ്. അപ്പോൾ അവനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പം ഉള്ളിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഹി നോക്ക്ഡ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ. അവൻ വീണ്ടും അതിലിങ്ങനെ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. ബട്ട് സ്റ്റിൽ നോബഡി കെയിം. പക്ഷെ ആരും തന്നെ വന്നിട്ട് ആ വാതിൽ തുറന്നില്ല. അറ്റ് ലാസ്റ്റ് ഹി പുഷ് ജെന്റ്ലി അറ്റ് ദ ഡോർ. അവൻ പതിയെ ആ വാതിലൊന്ന് തള്ളി നോക്കി.
ആൻഡ് വാസ് ക്വൈറ്റ് ഗ്ലാഡ് ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസ്റ്റൻഡ്. അപ്പോൾ ആ വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൻ പതിയെ തള്ളിയപ്പോൾ തന്നെ ആ വാതിൽ തുറന്നു വന്നു. സോ ഹി വെൻറ്റ് ഇൻ ആൻഡ് സോ ദ ലാംപ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. ഉള്ളിലേക്ക് കടന്നു ചെന്ന സമയത്ത് അവിടെ വെളിച്ചം കത്തി നിൽക്കുന്നത് അവൻ കണ്ടു. ഒരു വിളക്കങ്ങനെ കത്തി നിൽക്കുന്നത് അവൻ കണ്ടു. പക്ഷേ അവിടെ പുരോഹിതന്മാരെയൊന്നും കാണാനുണ്ടായിരുന്നില്ല. ഹി തോട്ട് സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ. അപ്പോൾ അവനിങ്ങനെ വിചാരിച്ചു, ഏതെങ്കിലും ഒരു പുരോഹിതൻ വാതിലൊക്കെ തുറന്നു വരുന്ന ശബ്ദം കേട്ടിട്ട് ഏതെങ്കിലുമൊക്കെ പുരോഹിതൻ ഇപ്പോൾ വരുമെന്ന് കരുതി ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. അവിടെ ഉണ്ടായിരുന്ന നിലത്ത് അവൻ ഇരുന്നു. എന്നിട്ട് ആരെങ്കിലും വരാൻ വേണ്ടിയിട്ട് കാത്തു നിന്നു. ദെൻ ഹി നോട്ടീസ് ദാറ്റ് എവറിത്തിങ് ഇൻ ദ ടെമ്പിൾ വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ്. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് അമ്പലത്തിലുണ്ടായിരുന്ന ചുമരുകളും അമ്പലത്തിലെ ബാക്കി ഭാഗങ്ങളും ഒക്കെ മൊത്തത്തിലൊരു ഗ്രേ കളറായിട്ടുണ്ട്. പൊടി പിടിച്ച് ഒരു ഗ്രേ നിറമായി മാറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് തിക്ലി സ്പൺ ഓവർ വിത്ത് കോവെബ്സ്. അതുപോലെ തന്നെ എന്താണ്, ഇങ്ങനെ എട്ടുകാലി വലകൾ, മാറാലകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. സോ ഹി തോട്ട് ടു ഹിംസെൽഫ് ദാറ്റ് ദ പ്രീസ്റ്റ് വുഡ് സെർട്ടൻലി ലൈക്ക് ടു ഹാവ് ആൻ അക്കുലൈറ്റ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവന് സന്തോഷമായി. കാരണം ഇവിടെയുള്ള പുരോഹിതന്മാർക്ക് തീർച്ചയായിട്ടും ഒരു ശിഷ്യനെ അല്ലെങ്കിൽ ഒരു സഹായിയെ വേണ്ടി വരും. കാരണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, ടു കീപ് ദ പ്ലേസ് ക്ലീൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശിഷ്യനെ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു സഹായിയായിട്ട് ഇവിടെ ആരെങ്കിലുമൊക്കെ തന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു തോട്ട് ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായി. He wondered why they had allowed everything to get dusty. അപ്പോൾ അവനിങ്ങനെ ഇരുന്നിട്ട് അത്ഭുതം തോന്നി അവന്. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള പുരോഹിതന്മാർ ഈ സാധനങ്ങൾക്കൊക്കെ, ഈ ചുമരുകൾക്കും ഇവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പൊടി പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ പൊടി പിടിച്ചിങ്ങനെ നശിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചത് എന്ന് അവനിങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. വാട്ട് മോസ്റ്റ് പ്ലീസ്ഡ് ഹിം, അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് however were some big white screens. അവിടെ വെളുത്ത നിറത്തിലുള്ള ധാരാളം സ്ക്രീനുകൾ ഉണ്ടായിരുന്നു. ഗുഡ് ടു പെയിൻറ്റ് ക്യാറ്റ്സ് അപ്പോൺ. അപ്പോൾ അവനിങ്ങനെ വിചാരിച്ചു അതിൻ്റെ പുറത്തൊക്കെ ഇനി പൂച്ചകളെ വരയ്ക്കാമല്ലോ. തോ ഹി വാസ് ടയേർഡ് ഹി ലുക്ക്ഡ് അറ്റ് വൺസ് ഫോർ ദ റൈറ്റിംഗ് ബോക്സ്. അവന് നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു റൈറ്റിംഗ് ബോക്സിന് വേണ്ടിയിട്ട് അവനിങ്ങനെ അന്വേഷിച്ചു. ആൻഡ് ഫൗണ്ട് വൺ. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പേനയൊക്കെ ഇട്ട് വെക്കുന്നതിനെയാണ് റൈറ്റിംഗ് ബോക്സ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം അവന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. ആൻഡ് ഗ്രൗണ്ട് സം ഇങ്ക് ആൻഡ് ബിഗാൻ ടു പെയിൻറ്റ് ക്യാറ്റ്സ്. അങ്ങനെ ഒരു പേന കണ്ടെത്തി അതിൽ മഷിയൊക്കെ നിറച്ച് അവൻ പൂച്ചകളെ വരയ്ക്കാൻ വേണ്ടി തുടങ്ങി. ഹി പെയിൻറ്റഡ് എ ഗ്രേറ്റ് മെനി ക്യാറ്റ്സ് അപ്പോൺ ദ സ്ക്രീൻസ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന സ്ക്രീനിൻ്റെ പുറത്തൊക്കെ വളരെ മനോഹരമായി വലിയ വലിയ പൂച്ചകളെയൊക്കെ അവൻ വരയ്ക്കാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ദെൻ ഹി ബിഗാൻ ടു ഫീൽ വെരി വെരി സ്ലീപ്പി. അങ്ങനെ കുറേ പൂച്ചകളെയൊക്കെ വരച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവന് വല്ലാത്ത ഉറക്കം വന്നു. He was just on the point of lying down to sleep beside one of the screens. അപ്പോൾ അവനിങ്ങനെ ഉറക്കം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ക്രീനിൻ്റെ സൈഡിൽ കിടന്നുറങ്ങാമെന്ന് അവൻ തീരുമാനിച്ചു. When he suddenly remembered the words, അപ്പോഴാണ് അവൻ്റെ ആ പുരോഹിതൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് വന്നത്. അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. രാത്രി കാലങ്ങളിൽ വലിയ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കണം, ചെറിയ സ്ഥലങ്ങളിൽ ഒതുങ്ങിക്കൂടണം എന്ന് പറഞ്ഞ ആ വാക്കുകൾ അവൻ്റെ ആ മനസ്സിലേക്ക് കടന്നു വന്നു. ദ ടെമ്പിൾ വാസ് വെരി ലാർജ് ഹി വാസ് ഓൾ എലോൺ. ആ അമ്പലം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. പോരാത്തതിന് അവൻ ഒറ്റയ്ക്കുമായിരുന്നു. ആൻഡ് ആസ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ്സ്, അപ്പോൾ തൻ്റെ പുരോഹിതൻ പറഞ്ഞ ആ വാക്കുകൾ ഓർമ്മയിൽ വന്നപ്പം ദോ ഹി കുഡ് നോട്ട് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദം, അവന് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിരുന്നില്ല. ഹി ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ അഫ്രൈഡ്. ആദ്യമായിട്ട് അവന് കുറച്ച് പേടിയൊക്കെ തോന്നിത്തുടങ്ങി. ആൻഡ് ഹി റിസോൾവ് ടു ലുക്ക് ഫോർ സ്മോൾ പ്ലേസസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. അപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി, ഉറങ്ങാനുള്ള ഒരു ചെറിയ സ്ഥലം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ്. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്ഥലം, അവൻ ഉറങ്ങാനുള്ള ഒരു സ്ഥലം അവൻ കണ്ടുപിടിച്ചു. ആൻഡ് വിത്ത് ദ സ്ലൈഡിങ് ഡോറൊക്കെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന, മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയൊരു സ്ഥലം അവൻ കണ്ടുപിടിച്ചു. ആൻഡ് വെൻറ്റ് ഇൻ ടു ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവൻ ആ വാതിൽ അടച്ചു. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്പ്. അങ്ങനെ അവൻ അതിൽ കിടന്നിട്ട് നല്ല രീതിയിൽ സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി തുടങ്ങി. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ്. അങ്ങനെ പാതിരാത്രിയായി, വളരെ അങ്ങ് നേരം വൈകിയ സമയത്ത് ഹി വാസ് അവേക്കൻഡ് ബൈ ദ മോസ്റ്റ് ടെറിബിൾ നോയ്സ്. പെട്ടെന്ന് വലിയ പേടിപ്പിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവൻ എഴുന്നേറ്റു. എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്. അവൻ കേട്ട ശബ്ദം എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യുന്ന, യുദ്ധം ചെയ്യുന്നതും അലർച്ചയുടെയും ഒക്കെ ശബ്ദമാണ് അവൻ കേട്ടത്. It was so dreadful that he was afraid even to look through chink of the little cabinet. അപ്പോൾ അവന് ചിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരോ ഓപ്പണിംഗ്, നമ്മളിങ്ങനെ ചെറിയ ആ ഒരു ഗ്യാപ്പിനാണ് നമ്മൾ ചിങ്ക് എന്ന് പറയുക. അപ്പോൾ ആ ഒരു ചെറിയ വാതിലിൻ്റെ വിടവിലൂടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ പോലും അവന് വളരെ പേടി തോന്നി. അവൻ വളരെ പേടിച്ചരണ്ട് ആ ഒരു ചെറിയ ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു.
ഹി ലേ വെരി സ്റ്റിൽ ഹോൾഡിങ് ഹിസ് ബ്രെത്ത് ഫോർ ഫ്രൈറ്റ്. പേടിയോട് കൂടിയിട്ട് അവിടെ തന്നെ കിടന്നു, ശ്വാസമൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അവൻ അങ്ങനെ ഇരുന്നു. ദ ലൈറ്റ് ദാറ്റ് ഹാഡ് ബീൻ ഇൻ ദ ടെമ്പിൾ വെൻറ്റ് ഔട്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കത്തിച്ചു വെച്ചിരുന്ന ഒരു വിളക്കുണ്ടായിരുന്നു, അവിടെ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു, ആ വെളിച്ചം അണഞ്ഞുപോയി. ബട്ട് ദ ഓഫുൾ സൗണ്ട്സ് കണ്ടിന്യൂഡ്. പക്ഷേ ആ ഒരു പേടിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആൻഡ് ബിക്കെയിം മോർ ഓഫുൾ. കൂടുതൽ പേടിപ്പിക്കുന്ന ഒന്നായിട്ടത് മാറി. ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷുക്ക്. ആ ഒരു അമ്പലം തന്നെ വിറയ്ക്കാൻ വേണ്ടി തുടങ്ങി. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം. അങ്ങനെ കുറേ നേരത്തെ ആ പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾക്ക് ശേഷം ആ ഒരു നിശബ്ദത കടന്നു വന്നു. ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. പക്ഷേ നമ്മുടെ കുട്ടിക്ക് അപ്പോഴും പേടിയായിരുന്നു പുറത്തേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടി. ഹി ഡിഡ് നോട്ട് മൂവ് അൺടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ് ത്രൂ ദ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ഡോർ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിച്ച് അതിൻ്റെ വെളിച്ചം ആ ഒരു വാതിലിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് വരുന്നത് വരെ കുട്ടി അനങ്ങാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നു. ദെൻ ഹി ഗോട്ട് ഔട്ട് ടു ഹൈഡിങ് പ്ലേസ് വെരി കോഷ്യസ്ലി. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ കുട്ടി അവൻ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നു. ആൻഡ് ലുക്ക്ഡ് അബൌട്ട്. എന്നിട്ട് ചുറ്റും എന്താണ് നടന്നതെന്ന് അവനിങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. ദ ഫസ്റ്റ് തിങ് ഹി സോ വാസ് ദാറ്റ് ഓൾ ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. അപ്പോൾ അവൻ ആദ്യം കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ആ അമ്പലത്തിൻ്റെ നിലമാകെ മൊത്തത്തിൽ ചോര കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഹി സോ ലൈങ് ഡെഡ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്. ആ ചോരക്കൂട്ടത്തിൻ്റെ നടുവിലായിട്ട് ഒരാൾ ചത്ത് കിടക്കുന്നത് അവൻ കണ്ടു. ആൻഡ് എനോമസ് മോൺസ്ട്രസ് റാറ്റ്. ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള വലിയൊരു എലി ആയിരുന്നു അത്. എ ഗോബ്ലിൻ റാറ്റ്. അതായിരുന്നു അവിടെ വന്നിട്ട് ആൾക്കാരെയൊക്കെ പേടിപ്പിച്ചോടിച്ച, അവിടേക്ക് വന്ന ആ ഒരു വാരിയേഴ്സിനെയൊക്കെ കൊന്നുകളഞ്ഞ ഗോബ്ലിനായിരുന്നു അവിടെ ചത്ത് കിടന്നത്. ബിഗർ ദാൻ എ കൗ. ഒരു പശുവിനേക്കാൾ വലുപ്പമുണ്ടായിരുന്നു ആ ഒരു ഗോബ്ലിന്. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്. അപ്പോൾ നമ്മുടെ കുട്ടി ഇങ്ങനെ ചിന്തിച്ചു, ആരാണ് അല്ലെങ്കിൽ എന്താണ് ഇതിനെ കൊന്നത്? ദർ വാസ് നോ മാൻ ഓർ അതർ ക്രീച്ചർ ടു ബി സീൻ. അവിടെ നോക്കിയപ്പോൾ ഒരാളെയും കാണാനില്ല, ഒരു മനുഷ്യനെയും കാണാനില്ല, മറ്റൊരു ജീവിയെയും അവിടെ കാണാനുണ്ടായിരുന്നില്ല. സഡൻലി ദ ബോയ് ഒബ്സർവ് ദാറ്റ് ദ മൗത്ത് ഓഫ് ഓൾ ദ ക്യാറ്റ്സ് ഹി ഹാഡ് ഡ്രോൺ ടു ദ നൈറ്റ് ബിഫോർ. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവൻ തലേ ദിവസം രാത്രിയിൽ വരച്ച ആ പൂച്ചകളുടെയൊക്കെ വായിലേക്ക് അവൻ നോക്കി. വേർ റെഡ് വെറ്റ് വിത്ത് ബ്ലഡ്. അപ്പോൾ ആ പൂച്ചകളുടെയൊക്കെ വായിൽ ഇങ്ങനെ ചോര നിറഞ്ഞതുപോലെ ചോരയുടെ ചുവപ്പ് ഉണ്ടായിരുന്നു. Then he knew that the goblin had been killed by the cats which he had drawn. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അവൻ തലേ ദിവസം വരച്ച ആ പൂച്ചകളാണ് ആ ഗോബ്ലിനെ, ആ പിശാചിനെ കൊന്നത് എന്ന് അവന് മനസ്സിലായി. And then also for the first time he understood why the wise old priest had said to him. അപ്പോഴാണ് ഒരു കാര്യം കൂടി അവൻ ആലോചിച്ചത്. എന്തുകൊണ്ടായിരുന്നു ആ പഴയ പുരോഹിതൻ തനിക്ക് ഇങ്ങനൊരു ഉപദേശം തന്നത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് ചെറിയ സ്ഥലങ്ങളിൽ ഉറങ്ങണമെന്ന് ആ ഒരു പ്രീസ്റ്റ് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് കുട്ടിക്ക് മനസ്സിലായി. കാരണം അവൻ തലേ ദിവസം ആ നടുവകത്താണ് ഉറങ്ങിയിരുന്നെങ്കിൽ ആ ഗോബ്ലിൻ അവനെ കൊന്നുകളഞ്ഞേനെ. പകരം അവൻ ആ ചെറിയ മുറിയിൽ പോയി കിടന്ന് ഉറങ്ങിയതുകൊണ്ടാണ് അവന് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചത്. ആഫ്റ്റർവേർഡ്സ് ദാറ്റ് ബോയ് ബിക്കെയിം വെരി ഫേമസ് ആർട്ടിസ്റ്റ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രകാരനായി, ഒരു കലാകാരനായിട്ട് മാറി. സം ഓഫ് ദ ക്യാറ്റ്സ് വിച്ച് ഹി ഡ്രൂ. അവൻ പണ്ട് വരച്ചിട്ടുള്ള പല പൂച്ചകളുടെയും ചിത്രങ്ങൾ ആർ സ്റ്റിൽ ഷോൺ ടു ദ ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. ജപ്പാനിലേക്ക് യാത്ര നടത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഇപ്പോഴും കാണിച്ചു കൊടുക്കാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് അനിലി വി സൈനിങ് ഓഫ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.